ഈ ഒരു സെറ്റിംഗ്സ് ഇപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പുള്ള യൂസ്ഫുൾ ടെക് അപ്ഡേറ്റ്സുകൾ എല്ലാ ദിവസവും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടെക്കി ഫൈൽസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിയുമ്പോൾ ആപ്പ് വെബ്സൈറ്റ് പെർമിഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ ആപ്സ് ആൻഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ആപ്സുകളും വെബ്സൈറ്റുകളും ഒക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള വെബ്സൈറ്റുകൾ ആപ്സ് ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ദെൻ ബാക്ക് അടിച്ചതിന് ശേഷം മെസ്സേജ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ എക്സ്റ്റേണൽ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് ഡിസേബിൾ ചെയ്തിടുക. ഇത് ഡിസേബിൾ ആക്കി ഇടുന്നതിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിനോട് ഒരു മെസ്സേജ് ആയിട്ട് ലിങ്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ അറിയാതെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വൈറസ് ഉള്ള വെബ്സൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീഡയറക്ട് ചെയ്ത് പോകുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദെൻ നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും അക്കൗണ്ട് സെന്ററിലേക്ക് പോവുക. അവിടെ നമുക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്തിടുക. പിന്നീട് ലോഗിൻ അലേർട്സ്